മനുഷ്യന്മാരാണ് നമ്മൾ കൈൻഡ്നെസ് വെച്ചിട്ട് നമ്മൾ കുറേയൊക്കെ താന്നു കൊടുക്കും അല്ലേ? പക്ഷേ ഒരു പോയിന്റ് കഴിഞ്ഞിട്ട് കൈൻഡ്നെസ്സിന് അവിടെ വാല്യൂ കൊടുക്കാത്തവർക്ക് നമുക്ക് ജസ്റ്റ് വി ഹാവ് ടു ഫോളോ ദ റൂൾസ് റെഗുലേഷൻസ് അത്രേ ഉള്ളൂ. സോ നമ്മുടെ ടെനൻസിനെ സംബന്ധിച്ച് ഈവൻ ഇഫ് നമുക്കൊരു സ്റ്റാൻഡേർഡ് ലീസ് ഇല്ലെങ്കിൽ പോലും എവിക്ഷൻ റൂൾസ് അത് ഫോളോ ചെയ്യേണ്ടത് ഒരു ലാൻഡ് ലോർഡിൻ്റെ മസ്റ്റായിട്ടൊരു കാര്യമാണ്. സോ നമ്മുടെ റൈറ്റ്സിനെ പറ്റി നമ്മളിപ്പോൾ മന്ത്ലി റെൻറ്റ് പേ ചെയ്യുന്ന ആളാണെങ്കിൽ 60 ഡേയ്സിന് മുമ്പേ നമുക്കൊരു റിട്ടേൺ ഫോം, അതായത് ലാൻഡ് ലോർഡ് ടെനൻറ്റ് ബോർഡിൻ്റെ പ്രകാരമുള്ളൊരു ഫോമിൽ റിട്ടേൺ ആയിട്ട് നമുക്ക് നോട്ടീസ് തന്നിരിക്കണം. ഇതുപോലെ തന്നെ ഈ ഒരു നോട്ടീസ് തന്നു വെച്ചുകൊണ്ട് ഒരിക്കലും നമ്മൾ ടെനൻസിന് അവിടെ നിന്ന് ഇറങ്ങണം നിർബന്ധമൊന്നുമില്ല. ആക്ച്വലി നമ്മളിപ്പോൾ ഒരു റിനോവേഷൻ അങ്ങനെയുള്ളൊരു കൈൻഡ് ഓഫ് തിങ്ങിലാണ് നമ്മൾ ഇറങ്ങുന്നതെങ്കിൽ 1 മന്ത് റെൻറ്റ് നമുക്ക് കോമ്പൻസേഷനായിട്ട് കിട്ടാനുള്ള ഒരു റൈറ്റ് ഉണ്ട്. പ്ലസ് ഇഫ് ഇൻ എനി കേസസ് നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട്, അന്ന് നമുക്ക് ഇറങ്ങാൻ പറ്റിയില്ലെങ്കിൽ വി ക്യാൻ കോൾ ദ LTB ബോർഡിൽ കോൺടാക്ട് ചെയ്യുക. ദേ വിൽ ഹെൽപ്പ് അസ്. ആൻഡ് ഓൾസോ അവർ ഓർഡർ ആക്കുന്നത് വരെ നമുക്ക് അവിടെ റെൻറ്റ് കൊടുക്കാതെ നിൽക്കാനുള്ള റൈറ്റ് ഉണ്ട്. അത് ഒത്തിരി നാളുകളെടുക്കും, മേ ബി 4 months ഒക്കെ നമുക്ക് റെൻറ്റിൽ അത് നിൽക്കാനുള്ള റൈറ്റ് ഉണ്ട്. സോ ഈ ലാൻഡ് ലോഡ്സ് ഇതറിയാതെ നമ്മളെ പെട്ടെന്ന് അവിടെ നിന്നൊക്കെ ഇറക്കി വിടുകയാണ്, അല്ലെങ്കിൽ നമ്മളൊരു ടൈം ചോദിച്ചിട്ട് അത് കെയർ ചെയ്യാതെ നമ്മൾ ഇറക്കി വിടുകയാണെങ്കിൽ കോൾ 311 ആൻഡ് ടേക്ക് ദ ആക്ഷൻസ്. നമ്മൾ റൈറ്റ്സ് അറിയാത്ത കാലം അത്രയും നമ്മളെ അറിയാമല്ലോ, നിങ്ങൾക്ക് തന്നെ അറിയായിരിക്കും, പല വീടുകളും കയറി ഇറങ്ങുന്ന ഒത്തിരി സ്റ്റുഡൻസിന് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് റൂൾസ് പ്രോപ്പറായിട്ട് അറിയാത്തത് കൊണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ റൂൾസിൻ്റെ ഒരു ബുക്ക്ലെറ്റ് ഉണ്ട്. ആക്ച്വലി നിങ്ങൾ DM പോയിട്ട് അതിനെപ്പറ്റി ചോദിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. സോ നമ്മളൊരു വേറെ കൺട്രിയിൽ വരുമ്പോൾ നമ്മൾ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. നമുക്ക് റൈറ്റ്സ് പ്രോപ്പറായിട്ട് അറിയാതെ വരുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് കിട്ടേണ്ട ബെനിഫിറ്റ്സ്, കോമ്പൻസേഷൻസ് ഇതറിയാതെ വരുമ്പോൾ ഒത്തിരി ആൾക്കാർ നമ്മളെ യൂട്ടിലൈസ് ചെയ്യും. വെറുതെ അനാവശ്യമായിട്ട് വെറുതെ പൈസ അങ്ങനെ കൊടുക്കേണ്ട ഒരാവശ്യവും നമുക്കില്ല. ജസ്റ്റ് so know about the rights and follow the rules. അത്രേ ഉള്ളൂ.